ഹായ് ഓൾ എക്സാൻമൈൻ്റെ +2 ബാച്ചിലേക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ടീമിനെ കോളായിട്ടും മെസ്സേജായിട്ടും വിളിച്ച് എൻക്വയറി ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസംബർ 28-നാണ് നിങ്ങളുടെ സെലക്ഷൻ ടെസ്റ്റ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ പറയട്ടെ, എക്സാൻമൈൻ്റെ JEE ബാച്ച് എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ട് അവർക്കൊരു ട്യൂഷൻ മോഡിൽ ക്ലാസ് കൊടുക്കുക എന്നുള്ള പരിപാടിയല്ല. പകരം ആക്ച്വലി JEEയുടെ ലെവലിൽ തന്നെ ക്ലാസ്സുകളും എക്സാമിനേഷൻസ് ഒക്കെ ഇൻറ്റൻസീവായിട്ട് തന്നെയാണ് മുന്നോട്ട് പോവുക. അപ്പോൾ അതിന് പഠിക്കാൻ നല്ല താല്പര്യമുള്ള JEE ക്രാക്ക് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് സ്വപ്നം കാണുന്ന ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകൾ ധൈര്യമായിട്ട് വന്നോളൂ. ഇപ്പം നിങ്ങൾ +1 പഠിക്കുന്നത്, മേ ബി നിങ്ങൾക്ക് കോച്ചിങ് അത്ര നല്ല സ്ഥലത്തായിരിക്കില്ല. ജോയിൻ ചെയ്ത കോച്ചിങ്ങിന് ഈ പറയുന്ന ഒരു സീരിയസ്നെസ് ചിലപ്പോൾ ഉണ്ടാവില്ല. ഫോർ വാട്ട് എവർ റീസൺസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 100% വിശ്വസിച്ചുകൊണ്ട് ഞാനും അജ്മൽ സാറും ലീഡ് ചെയ്യുന്ന IITians ലീഡ് ചെയ്യുന്ന നമ്മുടെ JEE ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇതൊരു ബ്ലെൻഡഡ് ബാച്ച് ആണെന്നുള്ളത് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾക്കും മെന്റർഷിപ്പിനും ഒക്കെ പുറമെ ഓഫ്ലൈൻ ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിനേഷൻസ്, മീറ്റപ്പുകൾ, കാര്യങ്ങളൊക്കെ ഒക്കേഷനിൽ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒക്കെ പാർട്ടായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ ഇപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഡിസംബർ 28 ഞായറാഴ്ചയാണ് എക്സാമിൻ്റെ ഡേറ്റ്. ബാക്കി ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. ഡിസംബർ 28 എക്സാം ഓഫ്ലൈൻ ആയിട്ട് മാത്രമേ എക്സാം എഴുതാൻ കഴിയുകയുള്ളൂ. 2 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും. രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് എക്സാം കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം. എക്സാം മോഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. ഒരു JEEക്കൊക്കെ റിയൽ JEE എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ ഒരു മിനി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിലൂടെ കിട്ടുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുകയാണ്. അതിൻ്റെ എക്സാമിനേഷൻ ഫീ 200 രൂപയാണ്. 200 രൂപയാണ് എക്സാമിനേഷൻ്റെ ഫീസ് ഉണ്ടായിരിക്കുക. എക്സാമിനേഷൻ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. 2 മണിക്കൂറിൻ്റെ JEE മെയിൻ ടൈപ്പ് ഓഫ് എക്സാം ആയതുകൊണ്ട് തന്നെ 60 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. 75 ചോദ്യങ്ങളില്ല. 75 ക്വസ്റ്റ്യൻസ് 3 മണിക്കൂറിൻ്റെ എക്സാം ആണ്. സ്റ്റിൽ 60 ക്വസ്റ്റ്യൻസ് 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ തയ്യാറാക്കുക. ഓരോ സബ്ജക്റ്റിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ്, 15 MCQസും 5 ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അതിൽ 4 മാർക്ക് ശരിയായി കഴിഞ്ഞാൽ കിട്ടും, തെറ്റിക്കഴിഞ്ഞാൽ -1. ഇതെല്ലാം JEE മെയിൻ എക്സാമിൻ്റെ അതേ പാറ്റേണിൽ തന്നെയാണ്. ഇനി എക്സാം സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ +1 ഒരു പകുതിയൊക്കെയാണ് ഇപ്പോൾ പഠിച്ചെത്തിയിട്ടുണ്ടായിരിക്കാം. എക്സാൻമൈൻ്റെ ബാച്ച് ഏകദേശം ഒരു 75% സിലബസ് കംപ്ലീറ്റ് ആയി. നമ്മളൊരു ജനുവരി എൻഡോട് കൂടിയിട്ട് +1 സിലബസ് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസംബർ 28 എക്സാം എഴുതി ജനുവരി 1 മുതൽ എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൻ്റെ കൂടെ പഠിച്ചു തുടങ്ങാം. +2 നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ തുടങ്ങി ഗ്രാവിറ്റേഷൻ വരെ +1ൻ്റെ ആദ്യ പകുതി ഫിസിക്സിൽ സിലബസ് ഉണ്ടായിരിക്കും എക്സാമിന്. കെമിസ്ട്രി, ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി തുടങ്ങി തെർമോഡൈനാമിക്സ് വരെ 5 പാഠങ്ങളാണ് ഉണ്ടായിരിക്കുക. അതുപോലെ മാത്തമാറ്റിക്സ്, സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ട്രിഗണോമെട്രിയിൽ തുടങ്ങി നമ്മുടെ സീക്വൻസസ് ആൻഡ് സീരീസ് വരെ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് +1 സെലക്ഷൻ ടെസ്റ്റിന് ഉണ്ടായിരിക്കുക. സിലബസ് നോട്ട് ചെയ്യുക. 1.5 മാസം സമയമുണ്ട്. നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. ഇതിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തതായിരിക്കും. ബാക്കിയുള്ളതും കൂടെ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. എക്സാം സെന്റേഴ്സ് ഇതാ കണ്ടോളൂ. കേരളത്തിൽ 13 ജില്ലകളിലും എക്സാം സെന്റേഴ്സ് ഉണ്ട്. ഓരോ ജില്ലകളിലെയും എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ പിന്നീട് അറിയിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ജില്ല ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. കോട്ടക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് മലപ്പുറം ജില്ലയാണ്. അത് ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാണ്. എക്സാം രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 20 തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ സെന്ററുകളിൽ അല്ലാതെ വേറെ എക്സാം എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കില്ല. സോ സ്കോളർഷിപ്സ് ആൻഡ് കോഴ്സ് ഫീ ഡീറ്റെയിൽസ് ഒക്കെ എക്സാം എഴുതിയ ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും, റിസൾട്ടിൻ്റെ കൂടെ അറിയിച്ചു കൊടുക്കും. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആസ്പിരൻസിന് മാത്രമാണ് നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്ക്ലോസ് ചെയ്യുന്നുള്ളൂ. സോ എക്സാം എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ സ്കോളർഷിപ്പ് എത്രയാണ്, ഫീസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. എക്സാം എഴുതാൻ നിങ്ങൾ ആകെ 200 രൂപ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ എക്സാമിന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സോ ഞാൻ ഒന്നും കൂടെ പറയുന്നു, എക്സാം സിലബസ് 2 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും. പാറ്റേൺ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയമുള്ള ആളുകൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യുന്നു, ഇപ്പോൾ +2 പഠിക്കുന്ന ആളുകളാവാം, ഇപ്പോൾ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ സർക്കിൾസിലോ ഒക്കെ ഉള്ള അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ +1 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ആത്മാർത്ഥമായിട്ട് 1 വർഷം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് അയച്ചു കൊടുക്കാം. നല്ല സ്കോളർഷിപ്പോട് കൂടി എക്സാൻമൈൻ്റെ JEE ബാച്ചിൽ നിങ്ങൾക്ക് ജനുവരി മുതൽ ജോയിൻ ചെയ്യാം. 2026 ജനുവരിയിൽ തുടങ്ങി 2027 ജനുവരിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഫസ്റ്റ് സെഷൻ തന്നെ എഴുതിക്കൊണ്ട് NITകളിലേക്ക് അഡ്മിഷൻ ഉറപ്പിക്കാൻ കഴിയണം. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഒരു എൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്വാൻസ്ഡ് എക്സാം തീരുന്നവരെ, മെയ് വരെ, നിങ്ങളുടെ ബാച്ചിൻ്റെ അഡ്വാൻസ്ഡ് എക്സാം തീരുന്നവരെ ഇതിൻ്റെ കോഴ്സിൻ്റെ ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. ഞാനും അജ്മൽ സാർ അടങ്ങുന്ന ടീച്ചേഴ്സാണ് ലൈവ് ക്ലാസ്സുകൾ എടുക്കുക. 1-on-1 മെൻറ്റർഷിപ്പ് ഉണ്ടാകും, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് JEE സ്പ്രിന്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ, ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ആക്സസ് ഈ ജനുവരി മുതൽ അടുത്ത മെയ് വരെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ബാച്ചിൻ്റെ അഡ്വാൻസ്ഡ് എക്സാം തീരുന്നത് വരെ ഉണ്ടായിരിക്കും. പിന്നെ റെഗുലർ ആയിട്ടുള്ള എക്സാമിനേഷൻസും മറ്റ് കാര്യങ്ങൾ, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഒക്കെ നമ്മുടെ ബാച്ചിൻ്റെ പാർട്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് കുട്ടികളുള്ള ബാച്ചല്ല, വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് കുട്ടികളുള്ള സീരിയസ് ആസ്പിരൻസിൻ്റെ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ബാച്ചിലുള്ളത്. സോ ഓൾ ദ ബെസ്റ്റ്. എക്സാമിന് എല്ലാവർക്കും ഞാൻ ഓൾ ദ ബെസ്റ്റ് പറയുന്നു. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക.
ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രം ഞങ്ങൾ നേരിട്ട് അറിയിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.